ചന്ദ്രികയുടെ മുൻ പത്രാധിപരും എഴുത്തുകാരനുമായ നവാസ് പൂനൂർ എഴുതിയ ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം നിർവഹിച്ചു. രമേശ് ചെന്നിത്തല പുസ്തകം ഏറ്റുവാങ്ങി. 92 വർഷം പിന്നിട്ട ചന്ദ്രിക പത്രത്തിന്റെ ചരിത്രകഥകൾ സമന്വയിപ്പിച്ചുകൊണ്ട് നവാസ് പൂനൂർ എഴുതിയ ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം വിഷലിപ്തമാകാതെ കാത്തു സൂക്ഷിച്ചതിലും ചന്ദ്രിക വഹിച്ച പങ്ക് അത് ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പുസ്തകം ഏറ്റുവാങ്ങി. ഇ.ടി. മുഹമ്മദ് ബഷീർ MP മുഖ്യ അതിഥിയായി. ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായി. 92 വർഷമായും ഇപ്പോഴും യുവത്വത്തോടെ ജനമനസ്സുകളിലേക്ക് എത്തുന്ന ഒരു ദിനപത്രമായിട്ടാണ് ചന്ദ്രികയെ ഞങ്ങൾ വിലയിരുത്തുന്നത്. ഡോക്ടർ M.K. മുനീർ MLA, VP അബ്ദുൽ വഹാബ് MP, PMA സലാം, മാതൃഭൂമി ചെയർമാൻ TV ചന്ദ്രൻ, ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, മാധ്യമം എഡിറ്റർ VM ഇബ്രാഹിം, സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ TP ചെറൂപ്പ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 24 കോഴിക്കോട്.